നമ്മോടൊപ്പം ജിതിൻ കൂടി ചേരുകയാണ്. ജിതിൻ, ഈ ദൗത്യ ദിനങ്ങളിലെ, അതായത് കഴിഞ്ഞ 29 ദിവസങ്ങളിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ദിനം, അതായത് ലോറിയുടേതെന്ന് സ്ഥിരീകരിക്കുന്ന ഒരു പാർട്സ് നമുക്ക് ലഭിക്കുകയാണ്. എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും ഇന്നേക്ക് 29ാമത്തെ ദിവസമാണ്. നമുക്ക് ഇന്നാണ് ലോറിയുടേതെന്ന് പറഞ്ഞൊരു, ഇതിന്റെ മുന്നേ നമുക്ക് സംഭവം നടന്ന് 10-12 ദിവസം നമുക്ക് ഇതിലുള്ള വുഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ഉള്ളൊരു വണ്ടിയുടേതായിട്ടുള്ളൊരു തെളിവ് ഇന്നാണ് ലഭിച്ചിരിക്കുന്നത്. നമുക്ക് രാവിലെ നമ്മൾ സംസാരിക്കും വളരെ നിരാശയുണ്ടായിരുന്നു. നമുക്ക് നേവി എത്തുമെന്ന് പറഞ്ഞു, പക്ഷെ നേവിക്ക് അനുമതിയില്ല, നേവി എത്തുന്നില്ല. ഉച്ചയ്ക്ക് ശേഷം വളരെ പെട്ടെന്ന് കാർവാർ MLA ഇടപെടൽ, ഇങ്ങനെ ഈശ്വർ മാൽപ്പെ പുഴയിൽ ഇറങ്ങുന്നു. നിമിഷങ്ങൾക്കകം തന്നെ നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു വിവരം. അതെ, അദ്ദേഹം 3 തവണയാണ് മുങ്ങിയത്. ആ 3 തവണയും ഓരോ സാമ്പിളായിട്ടാണ് പൊന്തിയത്. അത് നമുക്ക് ഒരു ഊർജം പകരുന്ന ഒരു കാര്യം തന്നെയാണ്. നാളെ ഇവർ ഈശ്വർ മാൽപ്പയും നേവിയും ഫുൾ പ്ലഡ്ജിൽ തിരച്ചിൽ തുടരുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു രീതിയിലുള്ള റിസൾട്ട് നാളെ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് കൂടുതൽ കുറച്ചുകൂടി സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഈശ്വർ മാൽപ്പയ്ക്ക് ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടതാണ് 2 മത്സ്യത്തൊഴിലാളികളുടെ 2 ബോട്ടുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. കൂടുതൽ നേവി ഉൾപ്പെടെ വരും എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈശ്വർ മാൽപ്പയ്ക്ക് വളരെ ധൈര്യത്തോടെ തെരച്ചിൽ നടത്താൻ വലിയ റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണല്ലോ പ്രതീക്ഷിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും NDRFന്റെ സംഘവും നാളെ എത്തിച്ചേരുന്നതിലൂടെ ഒരു സുരക്ഷാ വലയം തന്നെ മാൽപ്പയ്ക്ക് ഒരുക്കാൻ പറ്റും. അദ്ദേഹത്തിനും സംഘത്തിനും, കൂടാതെ നേവി ഇറങ്ങുകയാണെങ്കിൽ അതൊരു വമ്പൻ റിസൾട്ടിലേക്ക് തന്നെ നാളെ 8 മണിക്ക് മുതൽ തുടങ്ങുമെന്നാണ് അറിഞ്ഞത്. കൂടുതൽ ശുഭാപ്തി വിശ്വാസമുണ്ട്. നിലവിൽ വീട്ടുകാരെ ഇപ്പം കുടുംബത്തിൽ വിളിച്ച് അറിയിച്ചോ ഈ കാര്യങ്ങളൊക്കെ? ഇല്ല, ഇതുവരെ അറിയിച്ചിട്ടില്ല. ചിലപ്പോൾ TV-യിൽ ലൈവ് കാണുന്നുണ്ടാവും. എന്തായാലും അർജുന്റെ ബന്ധുവിനെ സംബന്ധിച്ച്, ജിതിനെ സംബന്ധിച്ച്, ജിതിൻ ആദ്യ ദിനം മുതൽ ഇവിടെ ഉള്ളതാണ്. ജിതിൻ ഇതിന്റെ ദൗത്യം തുടങ്ങുന്നത് മുതൽ, അല്ലെങ്കിൽ ഈ ലോറി കാണാതായി എന്ന് അറിഞ്ഞത് മുതൽ ഇവിടെയുള്ള ജിതിനാണ് ഇപ്പോൾ പ്രതികരിച്ച്. ജിതിൻ തന്നെ പറയുന്നു, കഴിഞ്ഞ 29 ദിവസത്തിൽ ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ഏറ്റവും അവർക്ക് പ്രതീക്ഷ നൽകുന്ന, ആത്മവിശ്വാസം നൽകിയിട്ടുള്ള ഒരു ദിവസമാണ് ഇന്നത്തേത് എന്ന് പറയുന്നു. നിലവിൽ എന്തായാലും ആ ആത്മവിശ്വാസം തന്നെയാണ് അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്തിട്ടുള്ളത്. ആ കുടുംബം ഉൾപ്പെടെ അത് അറിഞ്ഞിട്ടുണ്ടാകും എന്നതാണ് ജിതിൻ പറയുന്നത്. നാളെ കുറച്ചുകൂടി വിപുലമായിട്ടുള്ള സംവിധാനങ്ങളോട് കൂടിയ തെരച്ചിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നേരത്തെ MLA ഉൾപ്പെടെ, അതായത് ഇപ്പോൾ അരുൺ പൂപ്പറമ്പയാണ് ശിരൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈശ്വർ മാൽപ്പെ ഇന്നത്തെ തിരച്ചിൽ ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നു. നാളെ രാവിലെ 8:30 തിരച്ചിൽ ആരംഭിക്കും. 4 പേരുടെ സംഘം തിരച്ചിലിന് ഇറങ്ങും എന്നാണ് ഈശ്വർ മാൽപ്പെ പറഞ്ഞത്. ഇന്നത്തെ തിരച്ചിലിൽ അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടെ വീൽ ജാക്കി ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് ലോറി ഉടമയായ മനാഫാണ് സ്ഥിരീകരിക്കുന്നത്. മറ്റ് 2 വാഹന ഭാഗങ്ങൾ കൂടി കണ്ടുകിട്ടിയിട്ടുണ്ട്. അതൊന്ന് ഒരു ടാങ്കർ ലോറിയുടെ ഡോറിൻ്റെ ഭാഗമാണ്, മറ്റൊന്ന് അതിൻ്റെ സൈഡിൽ വരുന്ന ഒരു ഇരുമ്പ് ഭാഗവുമാണ്. ഏതായാലും അത് ടാങ്കർ ലോറിയുടേതാണ് എന്ന് കൂടി മനാഫ് പറയുന്നുണ്ട്. അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടെ വീൽ ജാക്കി എന്നുകൂടി ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വീൽ ജാക്കി കണ്ടെത്തിയ ഭാഗത്ത് ആ ലോറിയും ഉണ്ടാകും എന്നുള്ള നിഗമനത്തിലേക്ക് അവർ എത്തിച്ചേരുകയാണ്. അരുൺ പൂപ്പറമ്പ തുടരുന്നുണ്ട്. അപ്പോൾ അരുൺ, നാളെ രാവിലെ 8:30 തിരച്ചിൽ തുടരും എന്നാണല്ലോ ഇപ്പോൾ ഈശ്വർ മാൽപ്പെ പറയുന്നത്. നാളെയും കൂടുതൽ സംഘങ്ങൾ തിരച്ചിലിന്റെ ഭാഗമാകുമോ? NDRF സംഘം വരുന്നുണ്ട്, അതുപോലെ മറ്റ് സംഘങ്ങൾ കൂടി ഉണ്ടാകുമോ ഇത്തിരച്ചിലിന്? അരുൺ, ഉന്മേഷ്, അത് നമുക്കിപ്പോൾ ഈ ഘട്ടത്തിൽ സ്ഥിരീകരിച്ച് പറയാൻ കഴിയില്ലെങ്കിൽ പോലും അങ്ങനെയാണ് ഇവിടുന്ന് ഈ MLA മാർ ഉൾപ്പെടെ പറയുന്നത്. അവർ NDRFന്റെയും അതോടൊപ്പം തന്നെ ഈ നേവിയുടെ ഉൾപ്പെടെ സഹായം അവർ തേടും. അവർ ഉൾപ്പെടെ നിലവിൽ നാളെ ഈ ദൗത്യത്തിൽ ഈശ്വർ മാൽപ്പയ്ക്ക് സഹായമായി ഉണ്ടാകും എന്നതാണ് നിലവിൽ എന്തായാലും ഇവിടുന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ധൈര്യത്തോടെ നമുക്ക്, അല്ലെങ്കിൽ ഈശ്വർ മാൽപ്പയ്ക്ക് ഈ തെരച്ചിലിൽ ഏർപ്പെടാൻ സാധിക്കും എന്നതാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ഇവിടുത്തെ പ്രദേശവാസികളായിട്ടുള്ള നിരവധി പേർ ഈ വിവരം അറിഞ്ഞ് ഇവിടെ എത്തിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ ആദ്യഘട്ടത്തിൽ എത്തിയപ്പോൾ ഇത്രത്തോളമൊന്നും ആൾക്കാരുണ്ടായിരുന്നില്ല. പക്ഷേ ഈശ്വർ മാൽപ്പയുടെ തെരച്ചിൽ ആരംഭിച്ച ഘട്ടത്തിൽ നിരവധി പേരാണ്, ഇവിടുത്തെ പ്രദേശവാസികളൊക്കെ ഇവിടത്തേക്ക് ഇപ്പോൾ തടിച്ചു കൂടിയിട്ടുള്ളത്. ആ തെരച്ചിൽ അവർക്ക് തത്സമയം അവർ കാണുകയായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ഈ പ്രാദേശികമായിട്ടുള്ള 2 പേർ കൂടി കാണാനുണ്ട്, അല്ലെങ്കിൽ കണ്ടെത്താനുണ്ട്. അതിൻ്റെ ഒരു ആകാംക്ഷയും അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. എന്തായാലും ഇന്നത്തെ ദിനം, അതായത് 29ാമത്തെ ദിനം, ദൗത്യത്തിലെ 29ാമത്തെ ദിനം വളരെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നാളത്തെ തെരച്ചിലിന് വലിയ ആത്മവിശ്വാസം പകരുന്ന, അല്ലെങ്കിൽ വലിയ പ്രത്യാശ പകരുന്ന ഒരു ദിനമായിട്ടാണ് നമുക്ക് പറയാൻ സാധിക്കുക. അതായത് പുഴയിലെ അനുകൂലമായിട്ടുള്ള സാഹചര്യം, രാവിലെ നേരത്തെ ഇപ്പോൾ ജിതിനോടൊക്കെ സംസാരിക്കുന്ന ഘട്ടത്തിൽ ജിതിനൊക്കെ വലിയ ആശങ്കയോടെയാണ് നിലവിൽ ഇപ്പോൾ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നത്. കാരണം ഈ
നിലവിൽ രാവിലെ നേവിയുടെ തെരച്ചിലുണ്ടായിരുന്നില്ല. നേവി തെരച്ചിൽ എത്തില്ല എന്നറിഞ്ഞതോടെ തന്നെ അവരെ സംബന്ധിച്ച്, കുടുംബത്തെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ടായിരുന്നു. വലിയ വിഷമം അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ ഇതിലുണ്ടാകുന്നു. ഈശ്വർ മാൽപ്പെ തെരച്ചിലിറങ്ങുന്നു. കാർവാർ MLA ആ റിസ്ക് ഏറ്റെടുക്കുന്നു. ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതിയില്ല. പക്ഷേ ആ റിസ്ക് ഏറ്റെടുത്തുകൊണ്ട് ഈശ്വർ മാൽപ്പെ തെരച്ചിലിറങ്ങുന്നു. ആ തെരച്ചിലിറങ്ങി വളരെ നിർണായകമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.